ഇവിടെ ഒരു ഷട്ടർ ബട്ടൺ കാണാം. മൊബൈൽ ക്യാമറ ഓൺ ചെയ്ത് പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫോണിൽ നിന്ന് ഇങ്ങനെ എടുത്ത്, പ്രത്യേകിച്ച് ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള ആളുകൾക്ക് രക്തത്തിലെ ഓക്സിജൻ ലെവൽ ചെക്ക് ചെയ്യണം. ഈ റിസ്റ്റിൻ്റെ അവിടെ നിന്ന് ഒരു ഫിംഗർ വിട്ട് എത്ര കിലോ കലോറി. ഇപ്പോൾ ഈ കോവിഡിൻ്റെ 2ാം തരംഗത്തിൽ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലെ ഒരു സ്മാർട്ട് ബാൻഡ് ആണോ പൾസ് ഓക്സിമീറ്റർ ആണോ ഹലോ, മൈൽസ്റ്റോണിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വാങ്ങിയ ഒരു OnePlus ബാൻഡിനെ കുറിച്ചുള്ള വീഡിയോയാണ്. 2499 രൂപയ്ക്ക് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് ഞാൻ ഈ സ്മാർട്ട് ബാൻഡ് വാങ്ങിയത്. നമുക്കിത് അൺബോക്സ് ചെയ്ത് നോക്കാം. OnePlusൻ്റെ മനോഹരമായ പാക്കിങ്ങിലാണ് ഈ ബാൻഡ് വന്നിട്ടുള്ളത്. വളരെ അറേഞ്ച്ഡായിട്ട് മനോഹരമായിട്ട് അത് സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ആദ്യം ഇതിൻ്റെ വാറണ്ടി കാർഡ് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതിൽ OnePlusൻ്റെ റെഡ് കേബിൾ ക്ലബിൻ്റെ ഒരു വെൽക്കം കാർഡ് ഉണ്ട്. അതിൻ്റെ യൂസർ മാനുവൽ, അതോടൊപ്പം സേഫ്റ്റി ആൻഡ് വാറണ്ടി കാർഡ്. OnePlus ബാൻഡ് ചാർജ് ചെയ്യുന്ന ചാർജിങ് ഡോങ്കിളാണിത്. ഇതിന് സെപ്പറേറ്റ് ചാർജറല്ല. OnePlusൻ്റെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ചാർജിങ് പോർട്ടിൽ കണക്ട് ചെയ്ത് ഇത് ചാർജ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഐറ്റം OnePlusൻ്റെ സ്മാർട്ട് ബാൻഡ് വളരെ ആകർഷണീയമായ രീതിയിൽ ഡ്യുവൽ കളർ സ്റ്റൈലിലുള്ള ബ്ലാക്ക്, നേവി, ടാങ്കറിൻ ഗ്രേ എന്നീ 3 കളറിൽ ഈ OnePlus ബാൻഡ് അവൈലബിൾ ആണ്. നമുക്ക് ഇതിൻ്റെ സെറ്റിങ്സിലേക്ക് കിടക്കാം. മനോഹരമായ 1.1 ഇഞ്ച് AMO LED ഡിസ്പ്ലേ ആണ് ഈ OnePlus ബാൻഡിനുള്ളത്. OnePlusൻ്റെ ഹെൽത്ത് ആപ്പുമായിട്ട് കണക്ട് ചെയ്തിട്ട് നമുക്കിതിൻ്റെ ഫേസുകൾ കസ്റ്റമൈസ് ചെയ്യാവുന്നതാണ്. നമുക്കിതിൻ്റെ പ്രധാനപ്പെട്ട ഓപ്ഷനുകൾ ഒന്ന് പരിശോധിക്കാം. ഈ ബാൻഡിൽ ഫോണിലെ നോട്ടിഫിക്കേഷൻസ് ആക്സസ് ചെയ്യാൻ കഴിയും. വരുന്ന ഇൻകമിംഗ് കോളുകൾ റിജക്റ്റ് ചെയ്യാൻ കഴിയുമെങ്കിലും കോൾ ആക്സസ് ചെയ്യാനോ പുതിയ കോൾ ചെയ്യാനോ ഈ ബാൻഡിലൂടെ നമുക്ക് കഴിയില്ല. രണ്ടാമത് സെറ്റിങ്സ് ആണ് വരുന്നത്. അതിൽ നമുക്ക് ബ്രൈറ്റ്നസ് സെറ്റ് ചെയ്യാൻ പറ്റും. 20%, 40%, 60%, 80%, 100%. ബ്രൈറ്റ്നസ് ലെവൽ 100%ൽ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ബാറ്ററി ലൈഫ് കിട്ടില്ല. ഒരു 40% ഉണ്ടെങ്കിൽ തന്നെ നല്ല രീതിയിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇനി അടുത്തത് ടൂൾസ് മെനുവിലേക്കാണ് പോകുന്നത്. നമ്മുടെ മൊബൈലിലുള്ള മ്യൂസിക്കിൻ്റെ കൺട്രോളിംഗ് ഒക്കെ ഇതിനകത്തുണ്ട്. ഫോൺ കയ്യിലില്ലാതെ തന്നെ ഈ മ്യൂസിക്കൊക്കെ കൺട്രോൾ ചെയ്യാൻ കഴിയുന്നതാണ്. അതുപോലെ തന്നെ ഇതിനകത്തൊരു സ്റ്റോപ്പ് വാച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് എന്തെങ്കിലും ടൈമറൊക്കെ സെറ്റ് ചെയ്ത് ചെയ്യാനുള്ള ഒരു ടാസ്ക് ചെയ്യാനുള്ള ഒരു സ്റ്റോപ്പ് വാച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തന്നെ ടൈമറും ഉണ്ട്. നമുക്കത് വിവിധ രീതികളിൽ സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. വിവിധ സമയങ്ങളിൽ അലാറം സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. അതോടൊപ്പം തന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫീച്ചർ ഈ ക്യാമറ ബട്ടണാണ്. ഇത് നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു ഷട്ടർ ബട്ടൺ കാണാം. മൊബൈൽ ക്യാമറ ഓൺ ചെയ്ത് ദൂരെ പൊസിഷൻ ചെയ്തതിന് ശേഷം ഈ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഷട്ടർ ബട്ടൺ കൺട്രോൾ ചെയ്യാൻ കഴിയുന്നതാണ്. അത് വളരെ നല്ലൊരു ഉപകാരപ്രദമായിട്ടുള്ളൊരു കാര്യമാണ്. മറ്റൊന്ന് ഈ ഫൈൻ ഫോൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാം. ഇത് നമ്മുടെ ഫോണൊക്കെ വെച്ച് എവിടെയെങ്കിലും മറന്നു പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫോണിൽ നിന്ന് ഇങ്ങനെയൊരു റിംഗ് ടോൺ നമുക്ക് കേൾക്കാം. ഫോൺ എളുപ്പത്തിൽ കണ്ടുപിടിക്കാനും കഴിയുന്നതാണ്. അടുത്തത് വെതറിനെ കുറിച്ചുള്ള നോട്ടിഫിക്കേഷനൊക്കെ ലഭിക്കുന്ന ഒരു വിൻഡോയാണ്. കാലാവസ്ഥാ വ്യതിയാനങ്ങളെക്കുറിച്ചൊക്കെ അറിയാൻ പറ്റും. അടുത്തതായിട്ട് നമുക്ക് ബ്രീത്തിങ് എക്സസൈസ് വിവിധ രീതികളിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനുണ്ട്. ഇനിയുള്ള ഈ സ്ലീപ്പിംഗ് മോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് കയ്യിൽ കെട്ടി നമ്മൾ ഉറങ്ങുമ്പോൾ നമുക്ക് എത്ര ഗുണകരമായിട്ടുള്ള ഉറക്കം കിട്ടിയെന്നുള്ള നമുക്കറിയാൻ പറ്റുന്ന, ഇത് പ്രത്യേകിച്ച് ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള ആളുകൾക്ക് വളരെ ഉപകാരപ്രദമായിട്ടുള്ളൊരു ഓപ്ഷനാണ്. അതായത് ഇതിനകത്ത് നമ്മളുടെ ടോട്ടൽ സ്ലീപ്പ് കാണാൻ പറ്റും. നമ്മൾ എത്ര സമയം ഡീപ്പായിട്ട് സ്ലീപ്പ് ചെയ്തു, എത്ര സമയം ഡിസ്റ്റർബൻസ് ആയിട്ട് ബുദ്ധിമുട്ടുണ്ടായി എന്നൊക്കെയുള്ള ഇൻഫർമേഷൻസ് ലഭിക്കുന്നതാണ്. ഈ സ്മാർട്ട് ബാൻഡ് ഞാനിത് വാങ്ങാൻ കാരണമായിട്ടുള്ളൊരു ഓപ്ഷനാണ് SpO2 മീറ്റർ. ഈ കോവിഡിൻ്റെ സമയത്ത് നമ്മൾ പല ഡോക്ടർമാരുടെയും വീഡിയോകളിലൊക്കെ കണ്ടിട്ടുണ്ട്. നിങ്ങൾ ഓക്സിജൻ ലെവൽ, രക്തത്തിലെ ഓക്സിജൻ ലെവൽ ചെക്ക് ചെയ്യണം. മരണകരമായിട്ടുള്ള വലിയ അപകടത്തിലേക്ക് നയിക്കാൻ പറ്റുന്ന രീതിയിൽ അത് താഴ്ന്നു പോകാൻ സാധ്യതയുണ്ട്. അത് കൃത്യമായ ഇടവേളകളിൽ അത് ചെക്ക് ചെയ്യണം എന്നുള്ള വീഡിയോകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇത് നമ്മൾ കയ്യിൽ കെട്ടിയിട്ട് ചെക്ക് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ നമ്മളുടെ ഓക്സിജൻ്റെ
രക്തത്തിലുള്ള ഓക്സിജൻ്റെ ലെവൽ അറിയാൻ കഴിയും. ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. എൻ്റെ കയ്യിൽ ഈ ബാൻഡ് കിട്ടിയിട്ട് ഈ റിസ്റ്റിൻ്റെ അവിടെ നിന്ന് ഒരു ഫിംഗർ വിട്ട് ഇവിടുന്ന് ഇത്രയും അകലത്തിലേക്ക് മാറ്റി വെച്ചിട്ട് വേണം നമ്മളത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതിങ്ങനെ ചെക്ക് ചെയ്യുമ്പോൾ നമ്മളുടെ ബ്ലഡിലെ ഓക്സിജൻ ലെവൽ ഈ ബാൻഡ് കൗണ്ട് ചെയ്യും. അത് 90 മുതൽ 100% വരെയാണ് നോർമലായിട്ടുള്ള വാല്യൂ. ഇതിപ്പോൾ മെഷർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ഓക്സിജൻ്റെ ലെവൽ. ഓക്കെ, 99% എൻ്റെ ബ്ലഡിൻ്റെ ഓക്സിജൻ്റെ ലെവൽ. ഇതിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട ഓപ്ഷനാണ് ഹാർട്ട് റേറ്റ്, പൾസ് റേറ്റ് അറിയാൻ പറ്റുന്നൊരു ഓപ്ഷനുണ്ട് ഇതിൽ. ഇത് കൂടാതെ 13 തരത്തിലുള്ള സ്പോർട്സ് മോഡുകളുണ്ട്. സ്പോർട്സ് ചെയ്യുമ്പോൾ നമ്മുടെ എത്ര കലോറി ബേൺ ചെയ്ത് പോയി നമ്മുടെ ആരോഗ്യത്തിനെ ട്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷനാണ്. അടുത്തതായിട്ട് നമ്മുടെ ഡെയിലി ആക്ടിവിറ്റി, നമ്മൾ എത്ര സ്റ്റെപ്സ് ഒരു ദിവസം നടന്നു, എത്ര സമയം എത്ര മിനിറ്റ് വർക്കൗട്ട് ചെയ്തു, എന്തൊക്കെ ആക്ടിവിറ്റികൾ ചെയ്തു, എത്ര കിലോ കലോറി. ഇപ്പോൾ ഇവിടെ ഞാൻ ജസ്റ്റ് ഇപ്പം ഇത്രയും സമയം കൊണ്ട് 3 കിലോ കലോറിയാണ് ബേൺ ചെയ്തിട്ടുള്ളത്. ഇതിനെക്കുറിച്ചുള്ള ഇൻഫർമേഷനൊക്കെ ലഭിക്കും. ഈ സ്മാർട്ട് ബാൻഡ് ഈ കാണുന്ന 3 സെൻസറുകൾ വഴിയാണ് ഈ റിസൾട്ടൊക്കെ കൗണ്ട് ചെയ്യുന്നത്. നമുക്ക് ഇതിൻ്റെ ചാർജിങ് എങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. ഇത്തരത്തിൽ റിമൂവ് ചെയ്തിട്ട് ഇത്രയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സമയത്ത് മറ്റ് സ്മാർട്ട് ബാൻഡുകളൊക്കെ മാഗ്നറ്റിക് ആയിട്ടുള്ള ചാർജിങ് ബോട്ടുകളൊക്കെ ചെയ്തിട്ടുള്ള ഈ സമയത്ത് OnePlusൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളൊരു പോരായ്മ തന്നെയാണ്. ഇത്തരത്തിൽ ഇങ്ങനെ ഒരു അഡാപ്റ്ററിലേക്ക് വാച്ചിൻ്റെ സ്ട്രാപ്പിൽ നിന്ന് റിമൂവ് ചെയ്ത് ഇങ്ങനെ സെറ്റ് ചെയ്തിട്ട് വേണം നമ്മളൊരു ചാർജിങ് പോർട്ടിൽ USB Type Aയിലുള്ള ഒരു ചാർജിങ് പോർട്ടിൽ ചെയ്ത് കണക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഈ കോവിഡിൻ്റെ 2ാം തരംഗത്തിൽ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ ഏറ്റവും അധികം സെർച്ച് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു ഗാഡ്ജറ്റാണ് പൾസ് ഓക്സിമീറ്റർ. ഒരു പൾസ് ഓക്സിമീറ്റർ വാങ്ങുന്നതിനെക്കുറിച്ച് ആലോചിച്ച വഴിക്കാണ് ഞാൻ ഈ സ്മാർട്ട് ബാൻഡിലേക്ക് എത്തിച്ചേർന്നത്. ആമസോണിലും ഫ്ലിപ്കാർട്ടിലും മറ്റ് ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലൊക്കെ കാണപ്പെടുന്ന പൾസ് ഓക്സിമീറ്റർ, അതിൻ്റെ ഗുണനിലവാരത്തെക്കുറിച്ചുള്ള ഒരു ചിന്തയാണ് എന്നെ OnePlus ബാൻഡിലേക്ക് എത്തിച്ചത്. കാരണം 700 രൂപ മുതൽ അവൈലബിളായിരുന്ന പൾസ് ഓക്സിമീറ്റർ ഈ കോവിഡ് വ്യാപരിച്ചപ്പോൾ അതിൻ്റെ സെർച്ചിങ് കൂടിക്കഴിഞ്ഞപ്പോൾ ഏകദേശം 3 ഇരട്ടിയോളം 2000-2500 രൂപയോളം വില കൂടിയതായിട്ട് കണ്ടു. ഒരു സ്മാർട്ട് ബാൻഡാണോ പൾസ് ഓക്സിമീറ്റർ ആണോ കൂടുതൽ കൃത്യതയുള്ള റിസൾട്ട് തരുന്ന എന്നുള്ളതിനെക്കുറിച്ചുള്ള വിശകലനങ്ങളും ചർച്ചകളും ഒക്കെ ശാസ്ത്രലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നു. എന്നിരുന്നാൽ തന്നെ ഞാൻ ചിന്തിച്ചപ്പോൾ ഒരു നല്ല റിസൾട്ട് തരുന്ന പൾസ് ഓക്സിമീറ്റർ വാങ്ങണമെങ്കിൽ നമുക്ക് ഏകദേശം 10,000 രൂപയ്ക്ക് മുകളിൽ മുടക്കേണ്ടതുണ്ട്. ചീപ്പായിട്ട് കിട്ടുന്ന ഇത്തരത്തിലുള്ള പൾസ് ഓക്സിമീറ്റർ വാങ്ങി അതിൻ്റെ റിസൾട്ട് വിശ്വസിച്ചിരിക്കുന്നതിനേക്കാൾ നല്ലത് OnePlusൽ നിന്ന് വന്നിട്ടുള്ള ഈ സ്മാർട്ട് ബാൻഡ് വാങ്ങാൻ ഞാൻ തീരുമാനിച്ചു. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് ചെയ്യുക. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. മറ്റൊരു പുതിയ വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.